ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയിട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷത്തിലുണ്ടാവുന്ന ചട്ടലംഘനങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും എന്നാൽ ഭരണപക്ഷത്തിലേക്ക് വരുമ്പോൾ വേണ്ട നിയമ നടപടികളോ അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള പ്രതികരണങ്ങളോ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അത്തരത്തില് പോസ്റ്റ് ബാലറ്റ് വോട്ടുമായിട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടുന്നത്. അതായത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലെ 22,000-ൽ അധികം വരുന്ന ഉദ്യോഗസ്ഥർക്ക്, അത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അവർക്ക് ആ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പൗരന്റെ ഒരു പ്രഥമമായിട്ടുള്ള അവകാശമാണ്, മൗലികമായിട്ടുള്ള അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെ എന്തിനാണ് ഇത്തരത്തിൽ വാശി പിടിക്കുന്നത് എന്നൊക്കെ തന്നെ കോടതി പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിൽ തങ്ങളുടേതായിട്ടുള്ള മറുപടിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് ഓട്ടോ ഫെസിലിറ്റേഷൻ സെന്ററുകൾ തുറക്കുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ ഇത്തരത്തിലുള്ള സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നിഷേധിക്കുന്നത് വളരെ ഇപ്പോഴത്തെ സമൂഹത്തെ സംബന്ധിച്ച് വളരെ അപരിഷ്കൃതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത്? സന്ദേശം എന്താണ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പം കുറേ നാളുകളായിട്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ വളരെയധികം വിമർശനങ്ങളാണ് നേരിടുന്നത്. ഇപ്പം പ്രതിപക്ഷം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ജ്ഞാനേഷ് കുമാറിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസ് പാർലമെന്റിൽ അത് അവർ സബ്മിറ്റ് ചെയ്യാൻ ഇരിക്കുന്നു. ഒരു തവണ തള്ളിപ്പോയി വീണ്ടും അവർ സബ്മിറ്റ് ചെയ്യാനിരിക്കുന്നു. അപ്പോൾ അവരെപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പക്ഷാപാതത്തോടെ പെരുമാറുന്നു എന്നൊരു കാര്യം അവർ പറയുന്നുണ്ട്. അപ്പോൾ സുതാര്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തനത്തെ അത് പല രീതിയിൽ ഇത്തരത്തിലുള്ള ഈ ഭരണകക്ഷിയോടുള്ള ഒരു ചായ്വിന്റെ പേരിൽ അത് അട്ടിമറിക്കപ്പെടുന്നു എന്നാണ് അവരത് പറയുന്നത്. അപ്പൊ പലതരത്തിലുള്ള ഇലക്ഷൻ കാലത്തെ നിയമലംഘനങ്ങൾ ഇവരെ ശ്രദ്ധയപ്പെടുന്നതാണ്. അപ്പം നമ്മുടെ പ്രധാനമന്ത്രി അടക്കം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒരിക്കലും ഒരു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിലുള്ള പരാമർശങ്ങളൊന്നും നടത്താൻ പാടില്ലാതാണ്. അദ്ദേഹം മാത്രമല്ല, ഒരുപാട് ആളുകൾ, BJP-യുടെ തന്നെ ആളുകൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുമ്പോഴും നിഷ്ക്രിയരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവർ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ പ്രതിപക്ഷം പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ് അടക്കം DMK അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ള മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള പാർട്ടികളിലുള്ള ആളുകൾക്ക് നേരെ അവരെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സമീപനമല്ല ഭരണകക്ഷി ഭരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാറ്റണം എന്നുള്ള ഒരു വാശി അവിടെ നിലനിൽക്കുക, അല്ലെങ്കിൽ വാശി എന്നല്ല, ഒരു ആവശ്യം അവിടെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ പല വൈഡായിട്ട് നമുക്കിങ്ങനെ ഇവരുടെ നിയമലംഘനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളൊരു ശേഷന്റെ കാലത്തൊക്കെയാണ് ഏറ്റവും വലിയ നല്ലൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഉണ്ടായിരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും മോശം ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലമാണെന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാവരും പറയുന്ന ഒരു സന്ദർഭത്തിലാണ് കേരളത്തിലെ വോട്ടുകളെ കൂടി ബാധിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം ഇത് വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും കേരളത്തിലെ ഏകദേശം 20,000 ഉദ്യോഗസ്ഥരാണ്, സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് വോട്ട് രേഖപ്പെടുത്താൻ പറ്റാതെ പോയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്, നമുക്ക് പണ്ട് വോട്ട് ചെയ്യുന്നത് 2023-ലാണ് ഈ ഒരു മാറ്റം വരുന്നത്. പണ്ട് നമുക്ക് നമുക്ക് വോട്ട് ചെയ്തിട്ട് പോസ്റ്റൽ വഴിയാണ് നമുക്ക് ചെയ്യുന്നത്. അത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള, അല്ലെങ്കിൽ ആ വോട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയും നമുക്കത് അങ്ങനെ ചെയ്യാവുന്നൊരു സൗകര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അതിലൊരു മാറ്റം വരികയാണ്. അത് ഈ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ മാത്രമാണ് ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുക എന്നൊരു സാഹചര്യം വരുന്നു. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മളിപ്പം വോട്ട് ഇങ്ങനെ പോസ്റ്റ് വഴി അയക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് നടക്കാമെന്നുള്ളൊരു കൺസേൺ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫെസിലിറ്റേഷൻ സെന്ററിൽ വോട്ട് ചെയ്യുക എന്നൊരു കാര്യം വന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടന്നിട്ടുള്ള ഇലക്ഷന്റെ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം ഈ 20,000-ലധികം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ലെന്നാണ്. അതിനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, അതിന്റെ തൊട്ട് മുൻപ് വരെ ബാലറ്റും സാധനങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കാം, അവരുടെ സാമഗ്രികൾ, ഇലക്ഷൻ സാമഗ്രികൾ കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് എത്തിക്കാം എന്ന് പറഞ്ഞ് ഇപ്പൊ എത്തിക്കും എന്ന് പറഞ്ഞ് അതുവരെ എത്തിക്കാതെ വളരെ വ്യക്തമായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പരാജയം കൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റാതെ പോയതാണ് അവര്.
എന്നാൽ ഈ ആവശ്യം അവർ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ഓക്കെ ഇലക്ഷൻ കഴിഞ്ഞു, അത് പിന്നീടാണെങ്കിൽ നമുക്ക് അത് നടത്താം, അല്ലെങ്കിൽ ഇപ്പം ഓരോ കളക്ട്രേറ്റിലും ഓരോ സെന്ററുകൾ വീതം ഫെസിലിറ്റേഷൻ സെന്ററുകൾ വെച്ച് അവിടെ നമ്മുടെ വോട്ട് ചെയ്യാമെന്ന രീതിയിൽ NGO യൂണിയനുകൾ അടക്കം ഒരു ഹർജി കൊടുക്കുമ്പോൾ ഇല്ല അതിനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല, നമ്മുടെ ഇവിടെ അതൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി, സമയം വൈകിപ്പോയി, നമുക്ക് മറ്റേ വോട്ട് ചെയ്ത സ്റ്റോക്ക് റൂം തുറക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കോഴിക്കോടൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് റൂമിന്റെ അടുത്തുള്ള മെയിൻ്റനൻസ് റൂം തുറന്നു, അതിന്റെ കേസുകളും നടന്നു പോകുന്നൊരു സമയമാണ്. അപ്പം ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു ഹർജിയെ, അതായത് ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള അതായത് ഫെസിലിറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലെന്ന് മാത്രമല്ല പിന്നീട് അവർക്ക് അത് വോട്ട് ചെയ്യാനുള്ള ആവശ്യത്തെ പോലെ ഒരു നിരാകരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതിനെപ്പറ്റി കോടതി പറഞ്ഞിട്ടുള്ളത് അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നും അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് അവരോടുള്ള ഒരു എന്താ പറയുക ചതി പോലെയുള്ള ഒരു കാര്യമാണെന്നൊക്കെയാണ് നമ്മുടെ കോടതി അതിനെപ്പറ്റി ഹർജി നൽകിയപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് ജനങ്ങളോടും ഉള്ളൊരു വെല്ലുവിളിയാണ്. ഈ 20,000 ആളുകളുടെ വോട്ട് ആർക്ക് കിട്ടുമെന്ന് അറിയില്ല. 20,000 വോട്ട് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ വോട്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നതിനേക്കാൾ കൂടുതൽ ജനാധിപത്യത്തിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോട്ടവകാശം നിഷേധിക്കാതെ ഇരിക്കപ്പെടുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അപ്പം ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഈ സ്വീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഉദാസീനത, മടി, അല്ലെങ്കിൽ ഇവരുടെ വോട്ടുകൾ വേണ്ടെന്ന് വെക്കുന്ന ഈ ധാർഷ്ട്യമൊക്കെ ഒരു തരത്തിൽ പറഞ്ഞ ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുക എന്നതാണ് ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പ്രാഥമിക കർത്തവ്യമായിട്ട് വരുന്നത്. അപ്പം ഈ അലുവ കൊടുക്കുന്നു, അതേപോലെ ഡാൻസ് കളിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആളുകളെ, അതായത് പുതുതലമുറയെ ഇലക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്താണ് വളരെ വ്യക്തമായി ആളുകളുടെ വോട്ടുകളെ അവർ വോട്ട് ചെയ്യാതിരിക്കാൻ അവരെ ഇതിലൊക്കെ നയിക്കുന്നത്. അപ്പം SIR ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒത്തിരി ആളുകളുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഇപ്പൊ ഇത് നോക്കുമ്പോഴും ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പം ഇതിന് പോസ്റ്റൽ വോട്ട് വഴി അല്ലെങ്കിൽ ഇതിന് ശേഷമാണെങ്കിൽ പോലും ചെയ്യാവുന്ന ഒരു കാര്യം. പക്ഷെ ഇതിനുള്ള ഒരു കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല. എന്താണിത് ചെയ്യാത്തതെന്ന് കോടതി ചോദിക്കുമ്പോഴും അപ്പോഴും അവർക്ക് പറയാനുള്ളത് അത് തുറക്കാൻ പറ്റില്ല, അത് കഴിഞ്ഞു പോയി, ഇതിന് ചട്ടലംഘനമാകും, ഞങ്ങൾ അങ്ങനെ ചെയ്താലെന്നൊക്കെ പറഞ്ഞു. 2023 ഈ ഒരു ഇത് വന്നത്. അതിന്റെ ഒപ്പം തന്നെ പട്ടാളക്കാരടക്കം പല ആളുകളും ഈ തപാൽ വഴിയാണ് വോട്ട് ചെയ്യുന്നത് ഒന്നുമുണ്ട്. പക്ഷെ ഇത്രയും ആളുകളുടെ വോട്ട് നിഷേധിക്കുന്നുണ്ട്. നിങ്ങളുടെ വോട്ട് കൊണ്ട് ഒരു കാര്യമില്ലെന്നാണോ ആളുകളോട് പറഞ്ഞു വെക്കാൻ ഇവർ ശ്രമിക്കുന്നതെന്നുള്ളതാണ്. അപ്പം ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് എക്കാലവും എപ്പോഴും സുതാര്യതയുള്ളതായിരിക്കണം, അത് ആളുകളെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്നതായിരിക്കണം. പക്ഷെ ഇപ്പോൾ അതല്ല നടക്കുന്നത്, നമുക്ക് വ്യക്തമായിട്ട് അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്തരത്തിൽ ഇനിയും തുടരുകയാണെങ്കിൽ ഇപ്പം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ചട്ടലംഘനങ്ങളുടെ കാര്യങ്ങൾ, പല ആളുകളുടെയും വിവാദ പരാമർശങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ സ്വീകരിക്കുന്ന നിസ്സംഗത, ചില പാർട്ടികൾക്ക് മാത്രം ഫേവറബിളായി സംസാരിക്കുന്ന ഒരു കാര്യം, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചോദ്യം നിർത്തുന്ന കാര്യമാണ്. വരും നാളുകളിലും അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നത് വളരെ ശക്തമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ഭാഗം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യം, ഡെമോക്രസി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയുള്ളൂ. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിവാദം കോടതി പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അത് അനാവശ്യവുമാണ്. അത് പരിഹരിക്കാൻ സാധിക്കുന്നതും ഒരു പരിധി വരെ പരിഹരിക്കാൻ, അതായത് ചില ചട്ടങ്ങളിലൊക്കെ നയങ്ങളിലൊക്കെ ഒരു മാറ്റമൊക്കെ നമുക്ക് ചില സമയങ്ങളിൽ വരുത്തണം, അല്ലെങ്കിൽ അത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ. അപ്പം ഇതൊരു വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പക്ഷേ അസ്ഥിരമാവുന്ന നമ്മുടെ ജനാധിപത്യത്തെ കൂടുതൽ അസ്ഥിരമാക്കാൻ ശ്രമിക്കുന്ന ഒരു നീക്കമായിട്ടായിരിക്കും ഇതിനെ കണക്കാക്കാവുന്നത്. അപ്പം ഭയങ്കര അക്രമാസക്തവും വയലന്റും ലൈക്ക് രണ്ടൊന്നാണ്, വളരെയധികം അക്രമാസക്തവും ഫെയർ അല്ലാത്തതുമായിട്ടുള്ള ഒരു കാലത്ത് നിന്ന് ഇലക്ഷനെ ഇത്രമാത്രം ഫെയറും സുതാര്യമൊക്കെ ആക്കുന്നതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ശേഷൻ എന്ന് പറയുന്ന TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണറായിരുന്നു. അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഈ കമ്മീഷനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് നിർത്താം. അല്ലെങ്കിൽ നാളെ ജനങ്ങളെ ചോദ്യം ചെയ്യപ്പെടുക എന്നതൊരു അത് ചെയ്യപ്പെടുക തന്നെ ചെയ്യും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത്.